ഗൈസ്, നമ്മൾ നാളത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഒന്ന് ബീഫ് സോസേജ് ആണ്. ബീഫ് സോസേജ് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീ ബ്രീമാണ് ഫിഷ്. പിന്നെ ഉള്ളത് ചിക്കനാണ്. ചിക്കൻ ബാർബിക്യൂ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അതാണ് നമ്മൾ ബാർബിക്യൂ സ്റ്റിക്കൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചേരുവകളൊന്നും ഞങ്ങൾ പറഞ്ഞു തരില്ല. ഇനി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ തെരുവുകൾ കേൾക്കാൻ വയ്യ. സോ ഫൈനലി ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഓരോരുത്തരായിട്ടും ഇങ്ങനെ ഇറങ്ങി സെറ്റാകും. നമ്മുടെ യാത്രയ്ക്ക് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ജബൽ ഇബിർ അല്ലെങ്കിൽ ജബൽ അൽ മെബ്ര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഫുജൈറയ്ക്കും റാസൽ ഖൈമയ്ക്കും ഉള്ള സ്ഥലമാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഈ വിഷൻ വ്ളോഗ്സിൻ്റെ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മൈസെൽഫ്, ഞാൻ കമൽ, എൻ്റെ തൃശ്ശൂരാണ്. അഖിൽ, തിരുവനന്തപുരം. വിഷ്ണു ഫ്രം ഗ്രേറ്റ് തൃശ്ശൂർ പെരൂർ. ശ്രീകാന്ത്, തൃശ്ശൂർ തന്നെയാണ്, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കാപ്പ ചുമത്തി പുറത്തേക്ക്. അഭിലാഷ്, മാള, തൃശ്ശൂർ. ഓക്കെ ഗൈസ്, പറഞ്ഞ പോലെ നമ്മളൊരു ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ അല്ല, ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല നിർഭാഗ്യവശാൽ. അതുകൊണ്ട് ഇത് വൻ വിജയമാക്കണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. എന്താ പറയാ, വെള്ളി വരട്ടെ. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കാം. വിൻഡോ ഓൾറെഡി ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് പോകുന്ന സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ജബൽ ഈബിർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അത് റാസൽ ഖൈമയ്ക്കും ഫുജൈറയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ്. അതെ, 1950-നും 1960-നും ഇടയ്ക്കാണ് ഈ സ്ഥലം കണ്ടെത്തിക്കുന്നത്. ഈ സ്ഥലം ഡോക്യുമെന്റ് ചെയ്ത് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ജൂലിയൻ എഫ് വാക്കർ. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് മിലിറ്ററി മാൻ ആയിരുന്നു. പിന്നെ ഒരു ഇന്ന് പോകുന്ന വെളി 4 കാലം നടക്കുന്ന ഒരാളുണ്ടാവുന്നത് മല്ല മുകളിലുള്ള ഗ്ലാസ് എന്തിന് ഷോർട്ട് അടിക്കുന്ന സാധനം എടുത്തില്ലേ? അല്ല, നമ്മള് വേറെ കാര്യം സംസാരിക്കുന്നു. ശ്രീകാന്ത് പറഞ്ഞ എല്ലാവരും യു എയിൽ ഏറ്റവും പേരുകെട്ട കുടിയനാണ്. ഇദ്ദേഹത്തിന്റെ പേര് 4 ബാറുകളുണ്ട്. അഖിൽ സാധാരണ ചിരിക്കാറില്ല. നമ്മുടെ ഗ്രൂപ്പിൽ അഖിൽ സാധാരണ അങ്ങനെ ചിരിക്കാറില്ല. ഇപ്പൊ അഖിൽ ചിരിച്ചിരിക്കുകയാണ്. അതെ, നമ്മളത് വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു. കാരണം അധോലോകക്കാർ ചിരിക്കാറില്ല. അതെ. പിന്നെ പാവം അഖിലിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കല്യാണം നോക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് അഖിലിനെ ഇഷ്ടപ്പെട്ടിട്ട് വല്ലവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം വളരെ നല്ലൊരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് നല്ല സ്ത്രീധനൊക്കെ കിട്ടും.
അഭിലാഷ് അഭിലാഷ് ഉറങ്ങിയാ ഇല്ല അല്ലേ ശ്രീകാന്ത് എന്താണ് ഇങ്ങനെ എന്തായിരിക്കണേ ചില്ലാവ് ചില്ലാവ് കാറ്റടിച്ചിട്ടേ ചില്ലാവ് രണ്ട് തന്ത വൈബുള്ളവരുടെ അടുക്കളയിൽ ഇരിക്കുന്നത്. വിഷ്ണു തന്ത വൈബൊന്നല്ല. തന്ത വൈബാണ് വിഷ്ണു. നീ രണ്ട് കൈയൊക്കെ പിടിച്ച് വെച്ചിട്ട് കൈയെടുക്കടാ കൈയെടുക്കടാ അതൊന്നല്ല കൈവിട്ടവനെ കൈയെടുക്കടാ കൈയെടുക്കടാ കൈവിട്ടവനെ തല്ലു അവിടെ കൈ പിടിച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഹലോ ട്രാവലിംഗിലാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. ബസ്സിലല്ല ബസ്സിലല്ല. ഓക്കെ ഓക്കെ. അയ്യോ സോറി. ഇതിനാണോടോ നീ ഉറക്കത്തിൽ കണിപ്പിച്ചത്? ഈ കണ്ണീർപ്പാട്ട് എടാ ഞാൻ എൻ്റെ പാട്ടിലെല്ലാം ഉണ്ടോ എല്ലാ ഇതുണ്ട്. ഒരു സിനിമയിലെ എല്ലാ പാട്ടും ഉണ്ട്. ഒരു സിനിമയിലെ എല്ലാ സോങ്ങും ഉണ്ട്. ആ ഓരോ ആൽബമായിട്ടാണ്. ആ 3 ഭാഗം ഉണ്ടാവണം. എൻ്റെ ഒരു കണക്കനുസരിച്ച് സന്തോഷ് നാരായണൻ ആ അല്ലേ? സന്തോഷ് നാരായണ റെഡ്ഡി, നാഗശ്വിന അല്ലേ? നാഗശ്വിന സോറി. മറ്റേ സലാറൊക്കെ സലാറ് ഡയറക്ട് നാഗശ്വിൻ അല്ലേ സലാർ ഡയറക്ട് ചെയ്ത്? പ്രശാന്ത് നീലല്ലേ? നാഗശ്വിനിക്ക് തോന്നുന്നു KGF പ്രശാന്ത് നീലാണ്. മറ്റേ KGF ട്രോളൊന്നുമില്ലടാ. ആ അത് വൺ പീസ് എന്നെ ഉണ്ടാക്കി അപ്പനെ പോലും അടുത്തവരെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല പടം. നീ KGF തേർഡ് പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? KGF തേർഡ് വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് പറയണം. ആ ടോക്സിക് ഏത് പ്രഭാസ്? അത് ഗീത് മോഹൻ ഡയറക്ട് ചെയ്യണ ടോക്സിക്കാ? ഗീത് മോഹൻദാസ് ഡയറക്ടർ? അമ്മേ മറ്റേ പാർവതിയൊക്കെ ഇടഞ്ഞത് ആ ഇടഞ്ഞവരായിട്ട് അതറിയ കേട്ടോ. മറ്റേ നമ്മുടെ പടം ഉണ്ടല്ലേ കസബ, ഭയങ്കര പ്രശ്നമല്ലോ ഇവര്. ഇതിലായാലും അല്ല ഒരു പെണ്ണിന്റെ മേളിൽ കൂടെ കള്ളൊഴിച്ചിട്ട് നക്കി കുടിക്കണവര്. അതിപ്പോഴാ ഗീത് മോഹൻദാസ് ഡയറക്ട് ചെയ്യുന്നതല്ലേ? ഗീതുമോദാസിനോടല്ലേ? ഗീതുമോദാസ് എന്ന കർമ്മയ്ക്കെതിരൊക്കെ ഒരുപാട് പറഞ്ഞോണ്ടല്ലേ. പക്ഷെ നല്ല നടി കേട്ടോ ഗീത് മോഹൻദാസ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പകൽപ്പൂരുണ്ട്. എനിക്ക് അവളെ തെങ്കാശി പടത്തിൽ അടിപൊളി. ആ പിന്നെ പക്ഷെ അധികം സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അവളെ ഇതേമാതിരിയാടാ റോളില് പണ്ട് കണ്ടിട്ടാണ് ശരിയാണെന്നറിയില്ല. അഭിരാമിക്ക് പറഞ്ഞിട്ടുള്ള ഏത് തെങ്കാശി പട്ടണത്തിലെ ഗീത് മോഹൻദാസ് ലാലിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അഭിരാമി എന്തോ കേസുണ്ട്. നല്ല റോളല്ലേ? എന്നിട്ട് ഗീത് മോഹൻദാസ് ചെയ്തത് അടിപൊളി അടിപൊളിയോ. സുരേഷ് ഗോപി ആണെങ്കിൽ ഇനി ഒരു നിർത്തില്ല, സമയമില്ല. സിഗരറ്റ് എവിടെ നിന്ന് വാങ്ങാൻ കടയുണ്ടാവില്ല ഇവിടെ. ഒരു ബ്രഹ്മാണ്ഡ പടം ഒരു ലേഡി ഡയറക്ട് ചെയ്തല്ലേ? സിഗരറ്റൊക്കെ അവിടെ നിന്ന് മേടിച്ച് കയറി കൂടെ അവിടെ നമ്മളൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ശരിയാ ടോക്സിക്. നാട്ടിലോട്ട് ചെയ്യാൻ പറ്റുമോ? എന്തോ ഗൈസ് ഒരു പ്രതിസന്ധി ഘട്ടത്തിരിക്കുകയാണ്. വഴി തെറ്റിയോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ട്രിപ്പ് പ്ലാൻ ചെയ്താണെങ്കിൽ ഇപ്പൊ പറയുന്നു അവരറിയൂലാണ്. എളുപ്പം കഴിഞ്ഞല്ലോ. ഇവരെ വിശ്വസിക്കുന്നത് കയറിയൊന്നും ഞങ്ങളൊക്കെ റോക്ക് ശശികളായിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പരാതിയില്ല. കാരണം ഇതൊരു അഡ്വഞ്ചർ ട്രിപ്പാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ. ഇന്നവിടെ പോകുന്നു, ഗ്രില്ലടിക്കുന്നു. അങ്ങനെ ഗൈസ് ആ പ്രതിസന്ധി അവസാനിച്ചിരിക്കുന്നു. കമൽ പോയി കടലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ഇനിയിപ്പോ വീണ്ടും നമ്മൾ ആ മലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നിർത്തിയിട്ടാ നമുക്ക് വരുമ്പോ പോകണം. ഇവിടെ നിർത്താൻ പാടില്ലല്ലോ. സ്റ്റോപ്പില്ലല്ലോ. വണ്ടിയൊന്നും ഇല്ലല്ലോ. ഒന്ന് ഈ പറയാണ്ടില്ലേ ഒന്നിനും ഇതില്ല. ഇവിടെ നിർത്തണ്ട. ഇവിടെ സ്റ്റോപ്പില്ല.
വണ്ടി ഹൈലിട്ടിട്ട് തോട്ടാ ലോയിലിട്ടാ ചെവി അടയുന്നില്ല ക്യാമറ ഉണ്ടല്ലോ ചെവി അടയുന്നില്ല. അത് പെടണ്ട കേറുമ്പട്ട പോരെ. അല്ല വലിയ തീരെ മുട്ടുമ്പോഴേ ഇല്ലല്ല മതി അതെല്ലാം കഴിയണം. ഇവിടെ കണ്ടാ സിമന്റിന്റെ തേച്ച ശരിയുണ്ടോ? അതെ ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണ്. ഏത് പൊട്ടാ സിമന്റിന്റെ തേച്ച ശരിയാണോ? ഇത് എല്ലാവർക്കും അറിഞ്ഞോളൂ, കുറച്ച് പേർക്ക് അറിയാം. എവിടെ ഞാൻ ആ എന്താണ് പറയാൻ പറഞ്ഞത്? ചെവിടല്ലേ അടയാണ് मुझे लेजी को से लास्ट बेंच पर टिफिन बॉक्स समय कट आयन பண்ண யூனிஃபார்ம் அடுத்த கிளாஸ் நீல் டவுன் பெஞ்ச் மேல ஏறி நில்லு ரெட் பாலிஷ் போடு வாஷ் பண்ணு டெய்லி ரெட் கெட் அவுட் கொஞ்சம் டயர்ட் ஆச்சு ஹோம் வர்க் எஸ்கேப் டெய்லி இதே வேலையா போச்சு பிச்சிலிக்கி பிலாபி വലിയില്ല. ആവശ്യമില്ല. ഇത് തന്നെ നല്ല കാരണം ഇതോ അത് ഇനീഷ്യൽ ഒന്ന് പുള്ളിയും കൊടുക്കാൻ വെക്കാലോ. കൊറേ ഉണ്ട്. ആ കൊറേ പോവാണ്ട്. എൻ്റെ പെട്രോൾ അടിക്കണായിരുന്നാ? വേണ്ടല്ലോ. ഇല്ലല്ല അത് ടെൻഷൻ അടിക്കണ്ടല്ലോ അല്ലേ? ചെറിയ ടെൻഷൻ. 9 കിലോമീറ്റർ അപ്പൊ നമ്മള് കറക്റ്റ് തന്നെയായിരുന്നു അല്ലേ? നാളെ രാവിലെ ആണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വീഡിയോ എടുത്തതാ. ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. ഒരു ഫോട്ടോ എടു അവിടെ തുറന്ന് ഫോട്ടോ എടു. പൊളിയല്ലേ? നല്ല സ്ഥലം. ഞാൻ ഗ്ലാസ് ഓൺ ആക്കട്ടെ? ഗ്ലാസ് ഓഫ് ആക്കട്ടെ? സോ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. സമയം വന്നിട്ട് 10:25. ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. പിന്നെ ഇതിന് ഒരു പരിധി ഉണ്ട്. ഇതിന് മുകളിൽ പിന്നെ പോകാൻ പറ്റില്ല, കാരണം അവിടെ മിലിറ്ററി ഏരിയ ആണ്. അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ID ഒക്കെ ചെക്ക് ചെയ്ത് അവർ വിട്ടു. ഇനി ഇതിന് മുകളിൽ പോണത് റിസ്ക്കാണ്. ഞങ്ങളിവിടെ തന്നെ തമ്പടിക്കാമെന്ന് പറഞ്ഞു. ഇരുട്ടായി, എല്ലാവരും എത്തിയല്ല. നല്ല തണവുണ്ട്. 8 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ തണവ്. ഇനി എന്താണെന്നറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളിനി ക്യാമ്പ് സെറ്റ് ചെയ്യും ഇവിടെ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഗായ്സ് മരണ തണുപ്പാണ് ഗായ്സ്. മരണ തണുപ്പും ടെൻറ്റ് ഒരാൾ ഇതിനുള്ളിൽ ഇരിക്കേ. ഗായ്സ് ഒടുക്കത്തെ തണുപ്പും ഒടുക്കത്തെ കാറ്റും. നല്ല മഞ്ഞുണ്ട് ഗായ്സ്. വണ്ടി ഇങ്ങോട്ട് ശ്രീകാന്ത് ഇത് പിടിച്ചോ, ലൈറ്റ് പിടിച്ചിരിക്കും. ലൈറ്റും എവിടെ പോണടാ? ഇവിടേക്ക് പറക്കാനല്ല, ഇവിടെ ഇടാം. യാ കൊണ്ടുകൂടാ അപ്പൊ വണ്ടി എത്ര വണ്ടി പൊന്നുമോനെ ടെൻറ്റ് കെട്ടാള ശ്രമമാണ്, രക്ഷയില്ല. അടിച്ചോ ഇനി കുഴപ്പമില്ല. നടുക്കിൽ ഓട്ടുണ്ടാക്കി. കല്ല് വേണോ? ഇരിക്കാനല്ലേ വളയുണ്ടത്? ഞാൻ പിടിക്കണം, അടിക്കണോ? നീ ക്യാമറ പിടിക്കോ വിഷ്ണു? ക്യാമറ പിടിക്കേ, ക്യാമറ പിടിക്കേ, സെറ്റാക്ക്.
അങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള തത്രപ്പാടിലാണ്. കയ്യേ തണുപ്പ് ശരി അല്ലടാ കൈ തണുപ്പിപ്പോ. വളയാണല്ലോ. ഇവിടുത്തെ മണ്ണ് വരെ ടൈറ്റാണ്. വണ്ടിയിൽ വല്ല സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉണ്ടോ? സോ ഗൈസ്, അരമണിക്കൂറിലല്ല എത്ര മണിക്കൂറാണ്? 1.5 മണിക്കൂറിലെ കഷ്ടപ്പാടോടെ ലാസ്റ്റാണ് ഇതൊന്ന് സെറ്റായത്. അപ്പോൾ ഒരു ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പഠിച്ചു, എവിടെ ക്യാമ്പ് ചെയ്യണം എവിടെ ക്യാമ്പ് ചെയ്യേണ്ടെന്നുള്ളത്. വെറുതെ അങ്ങോട്ട് ഈസി ആയിട്ട് പോയിട്ട് അങ്ങോട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. ഓരോന്നിനും അതിൻ്റെതായ സ്ഥലമുണ്ട്, അതിനനുസരിച്ച് വേണം ക്യാമ്പ് ചെയ്യാൻ. ഗൈസ് ഇവിടെ നല്ല തണുപ്പാണ്. കൊടുക്കുന്ന തണുപ്പാണ്. യെസ് സാർ. ഗ്ലാസ് ഇത് അവിടെ ഉണ്ട്, അതിൻ്റെ ഉണ്ട്. നമ്മൾ ടെൻറ്റ് കെട്ടിയിട്ടുള്ളതാണ്. ടെൻറ്റ് കണ്ടോ ഗൈസ്? ഈ ടെൻറ്റ് താങ്ക് യു. നമ്മുടെ അടുത്ത് മറ്റൊരു ഫാമിലി വന്നിട്ടുണ്ട്. അവർ നമുക്കൊരു പരിപ്പുട തന്നു. പിന്നെ അഖിലാണ് കഷ്ടപ്പെട്ട് ഒരു അക്ഷര തണവ് ഒരുമാതിരി കൊടുക്കുന്ന തണവാണ്. ഇത് പറയുകയാണെങ്കിൽ ഈ ഒരു ബാർബിക്യൂ സോറി നടക്കില്ലെന്നാണ് വിചാരിച്ച്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ശരിയായി. താങ്ക്സ് ടു എലൻകോ ബ്രദേഴ്സ്, വിഷ്ണു, അഭിലാഷ്, അവരാണ് കാര്യങ്ങൾ സെറ്റാക്കിയത്. ഇത് ചെയ്യുന്നത് കണ്ടോ? മറ്റു ലൈറ്റ് ഉണ്ടല്ലോ. നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. തീയായി കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞു. നോ പ്രോബ്ലം. ഷാറു. മീൻവൈൽ ടെൻറ്റിൽ എന്താണ് സംഭവിക്കണം നോക്കി നോക്കാം. നോ പ്രോബ്ലം. ഗൈസ്, നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഇത് ദശമൂലം അരിഷ്ടാണ്. നന്നായി ട്രൈ ചെയ്യാവുന്നതാണ്. ജർമ്മൻ സൈപ്പ് ഹാഗർ മൈസ്റ്ററും പിന്നെ ഷോർട്ട് ഗ്ലാസ് ആണ്. ഷോർട്ട് വെച്ചിട്ട് നിങ്ങൾ അടിക്കുന്നത്. വെള്ളം പറ്റത്തില്ല. പിന്നെ ഗിന്നസ് ബിയർ അല്ലേ? ഐറിഷ് ബിയറാണ് നിങ്ങൾ അടിക്കുന്നത് അല്ലേ? ഓ വെള്ളം ഗൈസ്. ഇതൊന്നും ടിവിയിൽ വരില്ലല്ലോ. കുറച്ച് നിലത്ത് പോയിട്ടുണ്ട്, അതെല്ലാരും ക്ഷമിക്കുക. നോ പ്രോബ്ലം. പക്ഷെ ഇതൊരു വെറൈറ്റി സംഭവം തന്നെ ആയി. അപ്പോൾ cheers. എല്ലാവരും ചേഴ്സ്. വിഷ്ണു ആ ലൈറ്റ് തന്നെ ടോർച്ച് തന്നെ. സോ ഗൈസ്, ഞാൻ ഇവിടെ ടോർച്ച് അടിച്ചു കൊടുക്കാണ്. അയ്യോ അതെന്ത് മീൻ ഗൈസ്? മീൻ പൊളി മീൻ. അടിപൊളി. ഒന്നുമല്ലാത്ത എന്തെങ്കിലും ആക്കി തന്ന അഖിലിനെ ഇവിടെ നന്ദിയുണ്ട്. അഖിൽ മാറുന്ന ചിക്കൻ ഞാൻ ചെയ്യാം. അഖിൽ മാറി നിന്ന് കഴിഞ്ഞാൽ ചിക്കൻ ഞാൻ ചെയ്യും. ഫിഷ് ഒന്നുകൂടി കഴിഞ്ഞിട്ട്
ബാക്കിലുണ്ട്. പാവത്തിന്റെ കഷ്ടപ്പാടേ. ഇതാണ് നമ്മുടെ അഭിലാഷ് ടാക്കി. സോറി ഗൈസ്, ഞാൻ കുറച്ച് നോ പ്രോബ്ലം. ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ഓ ഇല്ലേ, അതങ്ങോട്ട് മടക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിപ്പിച്ചോ. അതാ നല്ലത്. അതാ നല്ലത്. ഇപ്പോൾ ആ ചൂട് കാരണം കൊണ്ട് തുരുമ്പൊക്കെ കരിഞ്ഞു പോയിട്ടോ. അതങ്ങോട്ട് മടക്കിക്കോ. ഇല്ലേ, നോ പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇവിടെ ആരാണോ പൊട്ടിയ മീൻ കഴിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ? പൊട്ടിയ മീൻ കഴിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞ? കുട്ടിയെ മീൻ കഴിക്കാൻ എനിക്ക് കുത്തന് ഇഷ്ടം. ചേട്ടൻ കഷ്ടത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ പിടിക്കണം. ചിക്കൻ ഞാൻ ഉണ്ടാക്കും. ചിക്കനല്ല, ഈ മീനും ആ മട്ടനും താങ്കൾ സെൽഫിഷ് ആക്കുന്നു. താങ്കൾക്കുള്ള മട്ടൻ താങ്കൾ വേഗം ചെയ്യാൻ നോ പ്രോബ്ലം. നീ ഫിഷാണ്. നമുക്ക് ഇന്ന് പറഞ്ഞിട്ട് എടുത്താട്ടത്. നമുക്കല്ല, തനിക്ക്. കാലതിട്ട് പറഞ്ഞിരുന്നു. എടാ, അടുത്ത മീൻ മടക്കി പിടിച്ചോട്ടാ. അടുത്ത മീൻ ഉണ്ടല്ലോ, ഇതിൽ വെച്ചിട്ട് മടക്കിക്കോ. അപ്പൊ അരിഞ്ഞൂടാ ഇത്രയും. പക്ഷേ അപ്പൊ വെന്തിട്ടുണ്ടായത് മീനൊക്കെ വേഗം വേകും. ഫിഷ് വേഗം വേകും. മഞ്ഞടാ, എന്താ ചേച്ചേ? അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ എന്താ പറയാ, ശ്രീകാന്ത് വളരെ സേഫാണ്. ഇതാണ് ലൊക്കേഷൻ. ഏതാണ്ടൊരു 1 ഡിഗ്രി ആയിട്ടുണ്ട്. പോണാട്ടാ, മഞ്ഞ് കോടമഞ്ഞ്, ഒടുക്കത്തെ മഞ്ഞ്. ഒരു രക്ഷയില്ല. പിന്നെ ഇത് നമ്മൾ വന്ന വണ്ടിയാണ് കഴിക്കും. പവർ ബാങ്ക് പറഞ്ഞില്ലേ? കൊടുത്തോ. ആരാ പവർ ബാങ്ക് എങ്ങനെ? ശ്രീകാന്ത് വെച്ച് വേറെ ആർക്കും കൊടുത്തോ? ഇപ്പൊ കഴിക്കാം, എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ പോലെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. നീ പ്ലേറ്റ് കത്തി പിടിക്കാണ്ട് ഇറങ്ങാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ടെന്റ് പോവാതിരിക്കാനുള്ള നന്മമരം. മറ്റേ പാട്ടിട്ടല്ലോ അത് നമുക്ക് ഗ്യാപ്പ് കാണാം. ഓ എൻ്റെ ഞാൻ മറന്നു കൊടുക്കാൻ. ഒരു പ്ലേറ്റ് വേണോ? അഖിൽ കൊടുക്ക്. അഖിലല്ല, വിഷ്ണു നീ കൊടുക്കുന്നതിൻ്റെ പവർ ബാങ്ക്. ഈ 5 മിനിറ്റ് അല്ലേ എടുക്കട്ടെ? പിടി കാണിക്ക്.
ആർക്കാ പവർ ബാങ്ക് വേണ്ട കിട്ടിയാ എന്താ കേബിൾ ഉണ്ട് ഇതിൽ എന്റെ ബാഗിന്റെ ഉള്ളുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പൊളി കാണും 20,000. ഞാൻ വലിപ്പ കൂട്ടാ ഉള്ളിൽ വെച്ച് കഴിക്കാനാ ഉള്ളിൽ വെച്ച് കഴിക്കാല്ലേ
പോയിട്ട് ആവി പിടിക്കണം, അല്ല ശരിയാവില്ല. അല്ല അത്യാവശ്യം കാറ്റുണ്ട്, ഏതാണ്ട് 5 ഡിഗ്രി 6 ഡിഗ്രിയോളം തണവാണ്. നല്ല മഞ്ഞുണ്ട് ഗൈസ്. ആടാ ഞാൻ വീഡിയോ വീഡിയോ ഫോട്ടോ എടുത്താൽ മതി. എടാ ബൈക്ക് തന്നെ ബൈക്ക് ആ കാണാൻ പറ്റുന്ന മഴ തിരിച്ചറിഞ്ഞ
ഹീറ്റാവട്ടെ. ഓട് രാവിലെ ജോഗിങ്ങിന് പോകുന്ന ശീലമുണ്ട് എനിക്ക്. ഓ, ഇവിടെ എന്താ ചെയ്യാ പറ്റുന്നില്ല. ഇവിടെ തന്നെ ബീച്ചിൽ കുളിച്ചിട്ട് പോയതല്ല. ഇവിടെ മുഖത്ത് ക്ഷീണം കണ്ടോ? ഉറക്ക ക്ഷീണം. ഇതിന് മൊത്തം ഉറക്ക ക്ഷീണം. പിന്നെ ഒക്കെ കണ്ണട വെച്ചുകൊണ്ട് തന്നെ ഉറക്ക ക്ഷീണം കാണില്ല. അതെന്താ അങ്ങനെ കണ്ണട നീ ആക്കിയത്? എന്താ നടുവേരിലോണ്ട് കണ്ണട ആക്കണത്? ആ എന്താ അഖില ഇത് പറഞ്ഞ ഇതിനെ പറ്റി പറഞ്ഞേ? ഇത് തിയേറ്റർ അല്ലേ? ക്യാമറ വേഗം വിളിക്കൊണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ല. ചില ക്യാമറകൾ മറ്റേത് വലിയ ക്യാമറ. ഓ അഖിലെന്നെ ഒരു നോട്ടം നോക്കി. എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. ചിലത് ലേസർ ലൈറ്റ് കൊണ്ട് ക്യാമറ നാശമെന്ന് പറയില്ല.
ക്യാമ്പസിന് ഓടിക്കുന്ന കിണർ. എന്താ സ്ഥലം എന്നല്ല അതിനെ പറ്റി വോയിസ് കൊടുക്കാം. അപ്പോൾ ഒടുക്കത്തെ വെയിൽ ഗൈസ്, നല്ല വെയിൽ. എന്താണ് ഉറപ്പിക്കാനൊന്നുമില്ല? എന്താ അഭിലാഷ് പറഞ്ഞേ? ആ നേരത്തെ തന്നെ ദേഷ്യം എപ്പോഴും മാറിയിട്ടില്ല അല്ലേ? ഹോട്ടലിൽ വെച്ച് പറഞ്ഞതിന്റെ അഭിലാഷേട്ടനെ പോലെ തൂറാതെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ. വോയിസ് കേട്ടു, വോയിസ് ഇട്ടില്ല, വോയിസ് ഇട്ടില്ല. ഇതിനെ പറ്റി പഠിച്ചിട്ട് സെപ്പറേറ്റ് വോയിസ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തേ ബീച്ചുണ്ട് ഇവിടെ. ബീച്ചസ് അവസ്ഥ. ഏ ശക്തിമാൻ, ഏ ശക്തിമാൻ, ഏ സുരേഷ് ഗോപി. അതുകൊണ്ടു നീ രാത്രി ജീവിക്കുന്നതേ പിന്നെ പോർട്രേറ്റ് പിന്നെ പോട്ട് കടത്തി പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വരുന്നവരുള്ള എങ്ക അവിടെ പോയിട്ട് അങ്ങനെ നമ്മുടെ യാത്ര കോർഫക്കാനിലെ വാട്ടർഫാൾസിനടുത്ത് നിൽക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ ശ്രീകാന്ത്, പിന്നെ അഖിൽ, പിന്നെ അപ്പുറത്ത് നല്ല സുന്ദരിയായ യുവതി. പക്ഷേ അവളെടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പക്ഷെ അവൾ പെട്ടുപോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് പേഴ്സണലി ട്രിപ്പിനെ കുറിച്ച് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ കമലിന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ അടിപൊളിച്ചു, ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു. ഇനി ഞങ്ങൾ വാട്ടർഫാൾസിൻ്റെ അടിയിൽ വെച്ച് 2 ഫോട്ടോസ് എടുക്കാൻ പോകും. ചില നാളികൾ നമുക്ക് ഫോട്ടോ എടുത്ത് തരാറില്ല, അതുകൊണ്ട് ഞങ്ങൾ സെൽഫ് എടുക്കാൻ പോവാണ്.